നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങി. രാവിലെ പുറപ്പെട്ടതാ, നേരെ രാജ്മന്ദ്രി പോകണം. രാജ്മന്ദ്രി വിജയവാഡയിൽ നിന്നും പോകണം. വിശാഖപട്ടണം പോകുന്ന വഴി രാജ്മന്ദ്രി ഒരു കണ്ട ഇങ്ങനെ വിശ്രമമായി കിടക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കും. ടണൽ കിട്ടണം. എവിടെയും കാണുന്നില്ല. എത്ര കിലോമീറ്റർ പോയാലാ ഒരു തണൽ കിട്ടുകയെന്നറിയില്ല. ഇതാണ് നമ്മുടെ ഈ ലോറി ഫീൽഡിലുള്ള അവസ്ഥ. ഉണ്ടാവും ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വിജനമായി കിടക്കും. ഇങ്ങനെ പോകണം. ആക്സിലേറ്റർ കൺട്രോളിങ് ഉണ്ട്. ആ കൺട്രോളിൽ അതിനാളെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പീഡിലാണോ പോകുന്നത് ആ സ്പീഡിൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നാട്ടിലെ പോലെ പിന്നെ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒറ്റ വഴിയാണ്. അതിന് ആരുമില്ല. ഭയങ്കര ചൂടമാണ്, വനമില്ലാത്ത വെയിലുമാണ്. അതിനുള്ളിൽ AC ഇല്ല, ഫാനുണ്ട്, കൂളർ. പക്ഷെ അതിട്ട് കഴിഞ്ഞാലാണെങ്കിലോ മൈലേജ് കുറേ ഷോർട്ട് പോകും. വല്ലാത്ത ചൂടാണ്. വണ്ടിയിനുള്ളിൽ ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങി എവിടെയെങ്കിലും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥ. എവിടെയെങ്കിലും ഒരു തണൽ കാണും. തണൽ കണ്ടിട്ട് വേണം അടുത്ത് എന്തെങ്കിലും ചോറുണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് ഇറങ്ങാം. ഇങ്ങനെ കിടക്കാം. നമ്മളൊരു വണ്ടിയാണ് മുന്നിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. ചിലപ്പം വിജയവാഡയോ ഹൈദരാബാദോ വണ്ടിയായിരിക്കും. എനിക്ക് രാജ്മന്ദ്രിയാണല്ലോ. ഇനി ഒരു 8 മണിക്കൂർ തോട്ടമുണ്ട്. ഇവിടെ ഒരു തണല് കാണുന്നുണ്ട്. പക്ഷെ അവിടെ കംപ്ലീറ്റ് കച്ചറയാണ്. അവിടെ മേലെ മരങ്ങളുള്ളതുകൊണ്ട് വണ്ടി സൈഡാക്കാൻ പറ്റും. ഇവിടെ ഉണ്ടായിരുന്നു പോയത് ഓരോ സ്ഥലം അവിടെ ഉണ്ടല്ലോ. നല്ല സ്ഥലം കൈവിട്ടു പോയി. അത് കിട്ടിയ സ്ഥലമായിരുന്നു. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഏതായാലും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കേണ്ട പരിപാടി തുടങ്ങട്ടെ. അടുപ്പിക്കാൻ പറ്റുമോ? ഇവിടെ അടുപ്പിക്കാം. നല്ല തണലുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഇത് നഷ്ടപ്പെട്ടു പോയാലും പിന്നെ അങ്ങോട്ട് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ചോറ്റിൻ്റെ പരിപാടി തുടങ്ങിക്കളയാം. ഓക്കെ, ചോറ്റിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങട്ടെ.